സംവാദത്തിനുണ്ടോ? മുജാഹിദുകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്നിവിടെ നടന്നതാ. സംവാദം കഴിഞ്ഞിട്ട് വ്യവസ്ഥീകരിക്കാന്ന് പറഞ്ഞ ആൾക്കാരെ കണ്ടിട്ടില്ല. ജയിച്ചു പോയി. എങ്ങോട്ടാ ജയിച്ചു പോയത്? എങ്ങോട്ടായി പോണത്? ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പ്രസിഡന്റിന്റെ വാദം, പൊന്മളയുടെ വാദം സംവാദത്തിന് വേണം, അടുത്തത് വേണം, ഒന്നല്ല അടുത്ത സംവാദം വേണം. അപ്പം മധ്യസ്ഥൻ ചെറിയൊരു കളി അതിനിടക്ക് നിങ്ങൾ മനസ്സിലാക്കണോ? കാരണം ഇത് പിടിവിട്ട പോക്കാന്ന് കണ്ടപ്പോ പതുക്കെ ഒരു സാധു മധ്യസ്ഥനുണ്ട്. ആ സാധു മധ്യസ്ഥനെ വിളിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാര്യം ഈ പോക്ക് വല്ലാത്ത പോക്കാണ്. ഇത് മധ്യസ്ഥനിടക്ക് കയറുക, എന്നിട്ട് പറയാ. എന്താ പറഞ്ഞത് കേട്ടോളൂ. മധ്യസ്ഥൻ പറയുന്നത്, ഇവിടെ പ്രത്യേകമായ ഒരു കാര്യം മധ്യസ്ഥങ്ങൾക്ക് ഞാൻ പറയാണ്. രണ്ട് പണ്ഡിതന്മാരോടും ഇവിടെ ഹനീഫയും അസ്കറും തമ്മിലുള്ള വ്യത്യാസമായിരിക്കണം ചർച്ച ചെയ്യേണ്ടത്. അത് നിർബന്ധമാണ്. കാരണം എന്തുകൊണ്ട്? ഇതൊരു പഠിക്കാൻ വേണ്ടിയുള്ള സംവാദമാണ്. അതുകൊണ്ട് രണ്ട് വിഭാഗവും തമ്മിലുള്ള അവരുടെ സംഘടന തമ്മിൽ ആദ്യം തുടങ്ങിയാലും ഇല്ലെങ്കിലും അത് ഇവിടെ ഇനി മുന്നോട്ട് പോകാൻ മൈക്ക് ഓഫ് ചെയ്യുന്നതാണ്. നിർബന്ധമായും ഇവിടെ ചെയ്യേണ്ടത് ഹനീഫയും അസ്കറും തമ്മിലുള്ള വ്യത്യാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണോ ശിർക്കല്ലേ? ഇത് അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യമായി ബന്ധപ്പെട്ടായിരിക്കണം പണ്ഡിതന്മാർ പോകേണ്ടതെന്ന് ആദ്യമായിട്ട് പറയുന്നു. ഇനി അങ്ങനെ ഉണ്ടായാൽ മൈക്ക് ഓഫ് ചെയ്യുന്നത് വിഷയമായി ബന്ധപ്പെട്ടാവണം പോകേണ്ടത് ആധികാരികമായി ഓർമ്മപ്പെടുന്നു. ആ പറഞ്ഞതിനോട് ആദ്യം വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. കാരണം ഇത് ആദർശ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് കൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണ് ഇവരുടെ വാദം. അതാ വിഷയാവതരണത്തിൽ പറഞ്ഞത്. ആ മുഅ്ജിസത്ത് മുറിഞ്ഞു എന്നാ പൊന്മള പറഞ്ഞത്. ആ മുഅ്ജിസത്ത് മുറിഞ്ഞു എന്ന് പൊന്മള പറഞ്ഞു എന്ന് പറയുന്നത് മറ്റൊരു വിഷയം പറയാനല്ല. ആ വാദം, പൊന്മളയുടെ ഈ വാദം നിങ്ങൾക്ക് നന്നായി കൊണ്ടിട്ടുണ്ടല്ലേ? ഒഴിഞ്ഞു മാറണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് കഴിയില്ല. പൊന്മളയുടെ വാദമാണ്. പൊന്മളയ്ക്ക് അങ്ങനെ വാദമുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ല, ഈ ഇരിക്കുന്ന നൗഷാദ പറഞ്ഞത്, ഈ ഇരിക്കുന്ന നൗഷാദ പ്രസംഗിച്ചത്. അല്ലെങ്കിൽ പറ ഞാനൊന്ന് നുണ പറഞ്ഞതാണ്, അല്ലെങ്കിൽ പറ ഞാനൊന്ന് നുണ പറഞ്ഞതാണ് എന്ന് പറയണം. ഇവിടെ എന്ത് ചോദിക്കണം എന്ന് പോലും അറിയാത്ത അവസ്ഥ. എന്താണ് ചോദിക്കേണ്ടത് എന്ന് പോലും അറിയാത്ത അവസ്ഥ. പൊന്മളയിൽ പതുക്കെ ഊരിപ്പോവാൻ നമ്മൾ വിടുവാ മാളത്തിയത്. അത് പൊന്മളയല്ല, പൊന്മാളമാണ്. ആ പൊന്മാളത്തിൽ കുടുങ്ങിയതാണ്. ആ പൊന്മാളത്തെ പുറത്തു വിടോ? പുറത്തു വിടൂല. കാര്യം എന്താണ് പറഞ്ഞത്? നബിയുടെ മുഅ്ജിസത്ത് അത് മുറിഞ്ഞുപോയി. ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഏക മുഅ്ജിസത്ത് അത് ഖുർആൻ മാത്രമാണെങ്കിൽ എങ്ങനെയാണോ നീ വിളിച്ചാൽ നബി ഉത്തരം തരിക? മുഅ്ജിസത്ത് കറാമത്ത് വഴി സഹായിക്കുന്നല്ലേ? നബിയുടെ മുഅ്ജിസത്ത് മുറിഞ്ഞില്ലേ? പിന്നെ എങ്ങനെയാ നിന്നെ സഹായിക്കുക? നിങ്ങളുടെ കഴുത്തിന് പിടിച്ച അടിസ്ഥാനപരമായ ചേലേമ്പ്ര സംവാദത്തിന്റെ മാസ്റ്റർ പീസ് തന്നെയാണത്. അനങ്ങാൻ കഴിഞ്ഞോ? അനങ്ങാൻ കഴിഞ്ഞില്ല. പൊന്മളയെ വിടാൻ പറ്റുമോ? പൊന്മളയെ വിടാൻ പറ്റൂല. നിങ്ങള് സാധാരണ പറയാറുണ്ട്, ഏത് ഈ നരിയുടെ വാൽ പിടിച്ച പോലെ. നായിച്ച് നരിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അതിന്റെ വാൽ പിടിച്ച പോലെ അത് വിടാൻ പറ്റൂല. അങ്ങനെ പിടിച്ചു കിടക്കുക. കാര്യം എന്താ? വിട്ടാൽ കടി കിട്ടും. കടി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇതിനെപ്പോഴും പിടിച്ചോണ്ടിരിക്കാൻ പറ്റൂല്ല, ഇത് കൊണ്ടുനടക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇതിന്റെ വാലിൽ പിടിച്ചതുപോലെയായി അല്ലേ? അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ അവിടെ കൃത്യമായി കൊണ്ട് തന്നെ പറഞ്ഞു സമർത്ഥിച്ചു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. പൊന്മളയെ തള്ളൂല എന്നല്ലേ പറഞ്ഞത്? പൊന്മളയെ നിങ്ങൾക്ക് തള്ളാൻ കഴിയില്ല. കാരണം എങ്ങനെങ്കിലും ഉള്ളിൽ കയറി പറ്റാനുള്ള ശ്രമത്തിലാണല്ലോ. പൊന്മള പ്രസിഡന്റാ, പേരോട് സെക്രട്ടറിയാ. രണ്ടാളെയും തള്ളിയാൽ ആ അടുത്തു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് പറഞ്ഞാലും തള്ളാൻ നിങ്ങൾക്ക് കഴിയില്ല. പക്ഷേ ഈ വാദം നിങ്ങളാണ് ഈ സമൂഹത്തിന് മുന്നിൽ കേൾപ്പിച്ചത്. ഒരു പൊതുപരിപാടിയിൽ പൊന്മളയ്ക്ക് ഇങ്ങനെ ഒരു വാദമുണ്ട് എന്നീ സമൂഹത്തിന് മുന്നിൽ ആദ്യം കേൾപ്പിച്ചത് നിങ്ങളാ. എന്നിട്ടോ ഈ അനാവശ്യ വിവാദവുമായി എനിക്ക് ബന്ധമൊന്നുമില്ല എന്ന് കമന്റ് ഇട്ടാ മതിയോ? ഈ ജാതി നുണയും പറഞ്ഞിട്ട് എന്നാ പറയാതെ നുണയാണ്. ഞാനന്ന് നുണ പറഞ്ഞതാണ്, ഞാനന്ന് കളവ് പറഞ്ഞതാണ്. എന്റെ ഉസ്താദുമാരോടുള്ള ബഹുമാനം കാരണം, എന്റെ ഉസ്താദുമാരോടുള്ള ആദരവ് കാരണം, അവർ ഞങ്ങളെ പഠിപ്പിച്ചു തന്ന മര്യാദയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഞങ്ങളെ എന്തും പറയാം, ഞങ്ങൾക്ക് അവരെയും എന്തും പറയാം. അങ്ങനെ ഞങ്ങൾ ഉസ്താദുമാര് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. എമ്മക്കാൾ എന്തും പറയാ, ഓലിക്ക് നമ്മൾ എന്തും പറയാ. അല്ലെങ്കിൽ എന്തിനായി നുണ പറഞ്ഞത്? നുണയാണെങ്കിൽ നുണയല്ല, പൊന്മള പറഞ്ഞതാണ്, പൊന്മളയുടെ വിശ്വാസമാണ്. അപ്പൊ മൂപ്പര മറുപടി എന്താ? അത് ഇസ്തിഹാസയായി ബന്ധപ്പെട്ട തർക്കമല്ലല്ലോ. ഒരു ചങ്ങായി ഒരു കല്യാണ മണ്ഡപത്തിൽ നിന്ന് കള്ളും കുടിച്ച് ഇറങ്ങി വരിക. അപ്പൊ അവനോട് ചോദിച്ചു, അല്ലെങ്കിൽ ഇജെന്താ കള്ളുടിക്കാൻ പോയത്?
നീ എന്താ മദ്യപിച്ചത്? അത് മദ്യപിക്കാനുള്ള ചടങ്ങൊന്നും ആയിരുന്നില്ല, അത് ആ ഒരു ഇൽമിന്റെ മജ്ലിസ് ആയിരുന്നു. അവിടെ പിന്നെ കുറച്ച് കള്ളു കൊടുത്തിരുന്നു, അത് അവിടുന്ന് കുടിച്ചു എന്ന് മാത്രം. കള്ളു കുടിക്കാൻ വെച്ച പാർട്ടിയൊന്നുമല്ല. അതുകൊണ്ട് തെറ്റല്ല. ഏത് സമയത്തും തെറ്റ് തന്നെയാണ്. മുടി വിവാദത്തിൽ പറഞ്ഞാലും, പൊടി വിവാദത്തിൽ പറഞ്ഞാലും, തടി വിവാദത്തിൽ പറഞ്ഞാലും, അടിവിവാദത്തിൽ പറഞ്ഞാലും ഈ വാദം മുഅ്ജിസത്ത് അത് തകർന്നു കഴിഞ്ഞു. മുഅ്ജിസത്ത് അവസാനിച്ചു കഴിഞ്ഞു. ഖിയാമത്ത് നാൾ വരെ അവസാനിക്കുന്നത് ഏത് മുഅ്ജിസത്ത് മാത്രം? ഖുർആൻ മാത്രം. അപ്പൊ ബാക്കിയുള്ള എല്ലാ ചോദ്യവും തീർന്നു, എല്ലാ ചോദ്യങ്ങളും അവസാനിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. എന്താ വാദം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ വഫാത്തിന് ശേഷമുള്ള സഹായതേട്ടം, അവിടുത്തെ വഫാത്തിന് ശേഷമുള്ള സഹായത്തേട്ടം അത് ശിർക്കല്ല എന്ന് തെളിയിക്കണം. എങ്ങനെ തെളിയിക്കണം? ഖുർആൻ കൊണ്ട് തെളിയിക്കണം. തെളിയിച്ചോ? സ്വഹീഹായ ഹദീസ് കൊണ്ട് തെളിയിക്കണം. തെളിയിച്ചോ? ഇജ്മാ കൊണ്ട് തെളിയിക്കണം. തെളിയിച്ചോ? ഖിയാസ് കൊണ്ട് തെളിയിക്കണം. തെളിയിച്ചോ? ഇല്ല. ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല, സാധ്യമല്ല.